ഒറ്റ വാക്കിൽ ഒരു നിർവചനം ഒറ്റ വരിയിൽ കൊടുക്കാൻ പറഞ്ഞാൽ പ്രദീപ് എങ്ങനെയായിരിക്കും നിർവചിക്കുക എന്നാണ് ഞാൻ പറഞ്ഞ മറുപടി. ഇന്ത്യയിലെ സിഖ് മതസ്ഥരുടെ പരമോന്നത ആധ്യാത്മിക കേന്ദ്രം, ഇന്ത്യയിലെ ലോകത്തിൽ എവിടെയുമുള്ള സിഖ് മതസ്ഥരുടെ പരമോന്നത ആധ്യാത്മിക കേന്ദ്രം, നിങ്ങൾ ഹജ്ജിന് പോകുന്നത് പോലെ സിഖ് മതസ്ഥർക്ക് അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്, ഗോൾഡൻ ടെമ്പിൾ ആണ്. മതേതര ഭാരതത്തെ എങ്ങനെ ഒറ്റ വരിയിൽ നിർവചിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന അഭിമാനത്തോടൊരു ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം, ആ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന് അടിക്കല്ല് പാകിയത്, അതിന്റെ ശിലാസ്ഥാപനം നടത്തി തറക്കല്ലിട്ടത് ഗുരുനാനാക്കോ, ഗുരു ഗോവിന്ദ് സിംഗോ, ഗുരു അർജുൻ സിംഗോ, ഗുരു തേജ് ബഹാദൂറോ അല്ല, മറിച്ച് ബാബ മീർ മിയാൻ എന്ന മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി പണ്ഡിതനാണെന്ന് അടയാളപ്പെടുത്തുന്നത് ഏത് രാജ്യത്തിലാണോ ആ രാജ്യത്തിന്റെ പേരാണ് മതേതര ഭാരതം എന്നാണ്. അതിനുമപ്പുറം നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യത്തെ തുടർന്നുള്ള വിഭജനത്തിന്റെ മുറിവുകൾ മാറ്റുവാൻ കൊൽക്കത്തയിലും നവഖലിയിലുമെല്ലാം അർത്ഥനഗ്നനായ ആ സന്യാസി ഗാന്ധിജി ഉണ്ണാവ്രതം നടത്തിയ ആ കാലത്തിന് 6 ദിവസങ്ങൾ പിന്നിട്ട് ഉണ്ണാവ്രതം പൂർത്തിയാക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. കടുത്ത ലഹള നടക്കുന്ന ഒരു കാലത്ത് ആ പ്രദേശത്തെ നവഖലിയിലെ മുറിവുകൾ ഉണക്കിയാണ് അദ്ദേഹം മടങ്ങുന്നത്. അതിനു മുൻപ് അദ്ദേഹം മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ബീബി അംദസലാം എന്ന തന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയോട് പറഞ്ഞു, തുടർ ദിവസങ്ങളിൽ നീയാണ് ഈ നിരാഹാരം തുടരേണ്ടത്. അന്ന് അവർ ചോദിച്ചു, ബീബി അംദസലാം, പിന്നീട് ദേശീയ മൈനോറിറ്റി കമ്മീഷന്റെ എല്ലാം സ്ഥാനത്തുണ്ടായിരുന്ന ബീബി അംദസലാം ചോദിച്ചു, ബാപ്പുജി എന്ത് യോഗ്യതയിലാണ് ഞാൻ അങ്ങയുടെ നിരാഹാരം തുടരേണ്ടത് എന്ന്. അന്ന് ബാപ്പുജി പറഞ്ഞ മറുപടി, നീ എന്റെ മകളാണെന്ന് പറയൂ യോഗ്യത അന്വേഷിക്കുന്നവരോട് എന്ന്. പോകുന്നതിന് തൊട്ടു മുൻപിലത്തെ വൈകുന്നേരം ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ ഭരണകേന്ദ്രങ്ങൾ ചരിത്രത്തിൽ നിന്ന് ചികഞ്ഞെടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. പോകുന്നതിന് മുൻപിലുള്ള സന്ധ്യയ്ക്ക് അന്ന് മഗ്രിബ് കഴിഞ്ഞ് തിരികെ പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോയിരുന്ന ഇസ്ലാം സഹോദരന്മാരെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദു സിഖ് കുടുംബങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ ചേർന്ന് തടഞ്ഞു നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹോദര, വഴിയേറെ നടന്ന് തളർന്നതല്ലേ, ഇതാ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കിയ ഈ കപ്പ് കാപ്പി കുടിച്ചിട്ട് പോകൂ എന്ന്. അന്ന് ആ കാപ്പി ഉണ്ടാക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച പൊടിയുടെ പേരാണ് മതേതരത്വം നിറഞ്ഞ മനുഷ്യ സ്നേഹമെന്ന്. അതിന്റെ പേരാണ് ഇന്ത്യ.